ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1996 പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ ജഗദീഷ് അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 96 കൂടുതൽ ക്യാരക്ടർ റോളുകളിലേക്ക് മാറിയ ജഗദീഷ് ആകെ 8 ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ചിത്രങ്ങളിലായിരുന്നു ജഗദീഷ് കൂടുതൽ പ്രാമുഖ്യം നൽകിയത്. ഇനി 96 ജഗദീഷ് അഭിനയിച്ച ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. 96 ജഗദീഷ് അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 23 തിയേറ്ററുകളിലെത്തിയ കാതിൽ ഒരു കിന്നാരം. മോഹൻ കുപ്ലേരി സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു. ജഗദീഷിനെ കൂടാതെ പ്രേംകുമാർ, ജഗദീഷ് ശ്രീകുമാർ, തിലകൻ തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ദേവയാനിയായിരുന്നു നായിക. ചിപ്പിയും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയെങ്കിലും ബോക്സ് ഓഫീസിൽ അത് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു കാതിലൊരു കിന്നാരം. ഗോവർദ്ധൻ തിരക്കഥയൊരുക്കിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 96 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 12 റിലീസ് ചെയ്ത മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഹിറ്റ്ലർ. സിദ്ദിഖിന്റെ സംവിധാനത്തിൽ ലാലിന്റെ നിർമ്മാണത്തിലൊരുങ്ങിയ ഈ ചിത്രം അതുവരെ ഉണ്ടായിരുന്ന സകലവിധ കളക്ഷൻ റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച് മെഗാ വിജയമാണ് നേടിയത്. മമ്മൂട്ടി ഹിറ്റ്ലർ മാധവൻകുട്ടിയായി അരങ്ങ് തകർത്ത ഈ കോമഡി ഫാമിലി എന്റർടൈനർ കുടുംബ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചതാണ് ഐതിഹാസിക വിജയം നേടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിൽ ജഗദീഷ് മുകേഷിന്റെ സന്തത സഹചാരിയായ ഉദയഭാനു എന്ന കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചത്. ജഗദീഷിന്റെ കരിയറിൽ ഏറെ മൈലേജ് നേടിയെടുത്ത കഥാപാത്രമായിരുന്നു ഹിറ്റ്ലറിലെ ഉദയഭാനു. ശോഭന നായികയായി എത്തിയ ഈ ചിത്രത്തിൽ മുകേഷ്, വാണി വിശ്വനാഥ്, സുചിത്ര, ചിപ്പി, സൈനുദ്ദീൻ, ശ്രീരാമൻ തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ഹിറ്റ്ലർ പ്രമുഖ റിലീസിംഗ് കേന്ദ്രങ്ങളിൽ 150 ദിവസത്തിനടുത്താണ് പ്രദർശിപ്പിച്ചത്. SP വെങ്കടേഷിന്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് ഏറെ സ്വാധീനം ചെലുത്തി. 96 ജഗദീഷിന്റെ അടുത്ത ചിത്രമായിരുന്നു മെയ് 16 തിയേറ്ററുകളിലെത്തിയ കിണ്ണം കട്ട കള്ളൻ. സ്റ്റാർ സിനിയാർട്സ് നിർമ്മിച്ച് KK ഹരിദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു എന്റർടൈനർ ആയിരുന്നു. ജഗദീഷിനെ കൂടാതെ ശ്രീനിവാസനും പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ജഗദീഷ് ശ്രീകുമാർ, രാജൻ ബിദേവ്, ഹരിശ്രീ അശോകൻ, ഇന്നസെന്റ്, മൻസൂർ അലിഖാൻ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയ ഈ ചിത്രം തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം കൈവരിച്ച ചിത്രമായിരുന്നു കിണ്ണം കട്ട കള്ളൻ. ദേവയാനിയായിരുന്നു ഈ ചിത്രത്തിലെ നായികാവേഷം കൈകാര്യം ചെയ്തത്. VC അശോക് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം കാബൂളി ഒറീസിയായിരുന്നു നിർവഹിച്ചിരുന്നത്. ജഗദീഷും ശ്രീനിവാസനും പോലീസ് വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ ജഗദീഷ് ശ്രീകുമാറിന്റെ കോമഡി രംഗങ്ങൾ അക്കാലത്ത് തരംഗമായിരുന്നു. 96 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ജൂൺ 14 റിലീസ് ചെയ്ത കോമഡി എന്റർടൈനർ കിരീടമില്ലാത്ത രാജാക്കന്മാർ. ജഗദീഷ്, കലാഭവൻ മണി, ജഗതി, പ്രേംകുമാർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം കലാഭവൻ അൻസാർ ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. നിരവധി കോമഡി രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ചിത്രം കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകി. അതുകൊണ്ട് തന്നെ ലോ ബഡ്ജറ്റിലെടുത്ത ഈ ചിത്രം തരക്കേടില്ലാത്ത കളക്ഷൻ നേടി സാമ്പത്തികമായി വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം പിടിച്ച ചിത്രമായിരുന്നു. ആനി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ഇന്നസെന്റും സിൽക്ക് സ്മിതയും മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. സംവിധായകനായ കലാഭവൻ അൻസാർ തന്നെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 96 ജഗദീഷിന്റെ അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 18 റിലീസ് ചെയ്ത ദിലീപ് നായകനായി എത്തിയ കല്യാണ സൗഗന്ധികം. വിനയൻ സംവിധാനം ചെയ്ത ഈ മുഴുനീള കോമഡി ഫാമിലി എന്റർടൈനറിൽ ദിലീപിന്റെ സന്തത സഹചാരിയുടെ വേഷത്തിലായിരുന്നു ജഗദീഷ് എത്തിയിരുന്നത്. ദിവ്യ ഉണ്ണി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ജഗതി, ഹരിശ്രീ അശോകൻ, ക്യാപ്റ്റൻ രാജു, കലാഭവൻ മണി, ചിപ്പി, KPSC ലളിത തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഹാസ്യ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകിയ കല്യാണ സൗഗന്ധികം ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി. അതുകൊണ്ട് തന്നെ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധികത്തിന്റെ തിരക്കഥയും സംഭാഷണവും J പള്ളാശ്ശേരിയായിരുന്നു നിർവഹിച്ചിരുന്നത്. ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ച 3 മനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന് മുതൽക്കൂട്ടായി. 96 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു
നവംബർ 22 തിയേറ്ററുകളിലെത്തിയ മനോജ് വിജയൻ നായകനായി എത്തിയ കുങ്കുമച്ചപ്പ് സൂര്യ സിനിയാർട്സിന്റെ ബാനറിൽ മുകേഷ് ആർ മേത്ത നിർമ്മിച്ച് തുളസീദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. നെടുമുടി വേണു, നരേന്ദ്രപ്രസാദ്, KPLC ലളിത തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ശോഭനയും പ്രിയാരാമനുമായിരുന്നു നായികമാരായി എത്തിയത്. ഇതിൽ തരക്കേടില്ലാത്തൊരു വേഷത്തിലായിരുന്നു ജഗദീഷ് അഭിനയിച്ചത്. AK സാജൻ, AK സന്തോഷ് കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം തരക്കേടില്ലാത്ത ചിത്രമെന്ന പേര് നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ചിത്രമായിരുന്നു കുങ്കുമച്ചപ്പ്. SP വെങ്കടേഷ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 96 ജഗദീഷിന്റെ അടുത്ത ചിത്രമായിരുന്നു ജയറാം നായകനായി എത്തിയ കളിവീട്. ഡിസംബർ 19 ക്രിസ്മസിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം CB മലയിലായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഈ ചിത്രത്തിൽ ജഗദീഷ് മികച്ചൊരു ക്യാരക്ടർ വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. മഞ്ജു വാര്യർ ജയറാമിന്റെ നായികയായി എത്തിയ ഈ ചിത്രം ഒരു കോമഡി ഫാമിലി എന്റർടൈനർ ആയിരുന്നു. ഇന്നസെന്റ്, വാണി വിശ്വനാഥ്, സുനിത, കൊച്ചിൻ ഹനീഫ, കൽപ്പന തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം തരക്കേടില്ലാത്ത കുടുംബചിത്രമെന്ന പേര് നേടുക വഴി ക്രിസ്മസ് സീസണിന്റെ അഡ്വാൻറ്റേജിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. ശശിധരൻ ആറാട്ട് വഴി തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം രോഹിത് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് പണിക്കരായിരുന്നു നിർമ്മിച്ചത്. മോഹൻ സിത്താരയായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 96 ജഗദീഷിൻ്റെതായി പുറത്തിറങ്ങിയ അവസാനത്തെ ചിത്രമായിരുന്നു ഡിസംബർ 25 തിയേറ്ററുകളിലെത്തിയ മിമിക് സൂപ്പർ 1000. 95 ലോ ബഡ്ജറ്റ് ഹിറ്റ് ചിത്രമായ മിമിക് സാഷൻ 500ന്റെ അതേ അണിയറക്കാർ വീണ്ടും ഒരുമിച്ച ഈ ചിത്രം ബാലു കിരിയത്തായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ജനാർദ്ദനൻ, കലാഭവൻ ഷാജു, കലാഭവൻ നവാസ്, സൈനുദ്ദീൻ, ഷമ്മി തിലകൻ, അനുഷ തുടങ്ങിയവർ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ നിരവധി മിമിക്രി താരങ്ങളും വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. ഹരികുമാരൻ തമ്പിയുടെ കഥയ്ക്ക് അൻസാർ കലാഭവൻ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ഈ ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയിരുന്നു. എന്നിരുന്നാലും മറ്റ് വമ്പൻ ചിത്രങ്ങളുടെ ഇടയിൽ മിമിക് സൂപ്പർ 1000 ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം സൃഷ്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു മിമിക് സാഷൻ 1000. SP വെങ്കടേഷ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ഈ 8 ചിത്രങ്ങൾ കൂടാതെ ജഗദീഷ് 2 ചിത്രങ്ങളിൽ അതിഥിതാരമായി എത്തിയിരുന്നു. ഫെബ്രുവരി 9 തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടിയുടെ അഴകിയ രാവണനായിരുന്നു ജഗദീഷ് അഭിനയിച്ച ആദ്യത്തെ ഗസ്റ്റ് റോൾ. ജഗദീഷ് അഭിനയിച്ച രണ്ടാമത്തെ അതിഥി വേഷമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത കഥാപുരുഷൻ. ആകെ സമ്മറി നോക്കുമ്പോൾ ജഗദീഷ് അഭിനയിച്ച 8 ചിത്രങ്ങളിൽ 4 ചിത്രങ്ങൾ സാമ്പത്തികമായ വിജയം കൈവരിച്ചു, 1 ചിത്രം ആവറേജ് വിജയം കൈവരിച്ചു, 3 ചിത്രങ്ങൾ പരാജയങ്ങളായി മാറി. ഇതിൽ ഹിറ്റ്ലർ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയപ്പോൾ കിരീടമില്ലാത്ത രാജാക്കന്മാർ, കല്യാണ സൗഗന്ധികം, കളിവീട് എന്നീ ചിത്രങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസ് നേടി. കിണ്ണം കട്ടക്കള്ളൻ ആവറേജ് വിജയം കൈവരിച്ചു. ഇത്രയുമാണ് 1996 ജഗദീഷ് അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.